രാത്രിയിൽ എന്തുണ്ടാക്കണം എന്നാലോചിച്ച് തലപുകയ്ക്കേണ്ട. വെറും 10 മിനിറ്റിൽ തയ്യാറാക്കാം ചോറിന് പകരം കഴിക്കാനായി ഈ കിടിലൻ വെയിറ്റ് ലോസ് ഡിന്നർ റെസിപ്പി. ഞാൻ ഇതിലേക്കായിട്ട് ചെറിയൊരു ക്യാബേജിൻ്റെ പകുതിയും 2 മുട്ടയും ചെറിയ 2 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് മാറ്റാം. ഇനി വളരെ കുറഞ്ഞ അളവിൽ ആ മുട്ടയ്ക്ക് വേണ്ടി ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഡയറ്റ് ചെയ്യുന്നവർ എപ്പോഴും ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മളുടെ ഈ മുട്ട കൂടുതൽ സോഫ്റ്റും ഫ്ലഫിയുമാക്കാൻ ഞാൻ 1 സ്പൂണ് പാലാണ് ചേർക്കുന്നത്. പാല് ചേർക്കുന്നത് നമ്മളുടെ മുട്ട എടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആകാണ്ട് ആ സോഫ്റ്റ്നെസ് നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ക്രഞ്ചിനെസ്സിനൊപ്പം ഈ സോഫ്റ്റായിട്ടുള്ള മുട്ടയും കൂടെ ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളെ വീട്ടിൽ ഓംലെറ്റ് എടുക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ 1 സ്പൂണ് പാല് ചേർത്തൊന്ന് കഴിച്ച് നോക്കണേ. കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. 1 സ്പൂൺ എണ്ണയിലാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ 1/2 സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാ ഭാഗത്തും ഒന്ന് എത്താനായിട്ട് ഞാൻ ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ കുക്കാകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഒന്നും ഷേപ്പൊന്നും വേണമെന്നില്ല, നമ്മൾക്കിതൊന്ന് കുക്കായി കിട്ടിയാൽ മതി. മുട്ട മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുട്ട നല്ല സോഫ്റ്റായിട്ടും ഫ്ലഫി ആയിട്ടും വന്നിട്ടുണ്ട്. ആ പാനിൽ വെച്ച് തന്നെ നമ്മൾക്ക് ആ തവി കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കി കട്ടാക്കി എടുക്കാവുന്നതാണ്. നമ്മൾക്ക് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിക്കി എടുക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് കുക്ക് ചെയ്ത് അതുപോലെ ഡ്രൈ ആക്കരുത്. നമുക്ക് ആ സോഫ്റ്റ്നെസ് വേണം. അങ്ങനെ മുട്ടയൊക്കെ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അതേ പാനിൽ തന്നെയാണ് ബാക്കിയും കൂടെ ചെയ്തെടുക്കുന്നത്. ഒരുപാട് പാത്രം കഴുകിയൊന്നും ബുദ്ധിമുട്ടണ്ട കേട്ടോ. മുട്ട നല്ല സോഫ്റ്റും ഫ്ലഫിയുമായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇനി അതേ പാനിലേക്ക് ഞാൻ 1/2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യുന്നത് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ്. ഇതിലെ ഹെൽത്തി ഫാറ്റ്സ് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. ഇതിലേക്ക് 3-4 വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ് ഇതിൽ ചേർക്കുന്ന എണ്ണയുടെ അളവും ഉപ്പിൻ്റെ അളവും. മൊത്തത്തിൽ 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വളരെ കുറഞ്ഞ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ ഷേപ്പിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2 ചെറിയ ക്യാരറ്റും 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാൻ ഈ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാവുന്നതാണ്. ചെറിയൊരു കുക്കിംഗ് ടൈം ഉണ്ട് നമ്മളുടെ ക്യാരറ്റിന്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മളുടെ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഓവർ കുക്കായി ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്തണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. നമ്മൾക്ക് ബീൻസോ ക്യാപ്സിക്കമോ അല്ലെങ്കിൽ നമ്മുടെ സ്പൗട്ടഡ് പയറോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ വെജിറ്റബിൾസ് മാറ്റി മാറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പം ഡെയിലി കഴിക്കുമ്പോൾ ഉള്ളാകുന്ന ആ ബോറടിയൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാവുന്നതാണ്. വീണ്ടും ഞാൻ ഇതിലേക്ക് നമ്മളുടെ ക്യാബേജിനും ക്യാരറ്റിനും ആവശ്യമായ വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഈ ക്യാബേജിനൊക്കെ. ക്യാബേജൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്നാലൊട്ട് ഓവർ കുക്കായിട്ടുമില്ല. നമ്മൾക്ക് ആ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് പുറത്തുനിന്ന് വാങ്ങിയതല്ല കേട്ടോ, നമ്മളുടെ വീട്ടുമുറ്റത്തുണ്ടായ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെതാണ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില ചേർത്താലും ടേസ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരെ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം നിങ്ങൾക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം.
പക്ഷേ ഇതെല്ലാം കൂടെ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ സോയാ സോസിന് ചെറിയൊരു ഉപ്പുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വയറ് നിറച്ച് വണ്ണം കുറയ്ക്കാൻ ഒരു നേരത്തേന് ആവശ്യമായ പ്രോട്ടീനും ഫൈബറും കുറഞ്ഞ കലോറിയും. ഒരുപാട് നേരം കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായി വെയിറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു കിടിലൻ ഡിന്നർ റെസിപ്പിയാണ്. നല്ല കളർഫുൾ ക്രഞ്ചിയുമായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് എന്താണേലും ഇഷ്ടമാകും. നിങ്ങൾക്കിത് ലഞ്ചായിട്ടോ ടിഫിനായിട്ടോ പാക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ചേർക്കുന്ന എണ്ണയുടെ അളവും ഉപ്പിൻ്റെ അളവുമാണ്. കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.